അസ്സലാമു അലൈക്കും. ഇവിടെ ഇന്നലെ കൗമുകളിലോട് ഉണി പറഞ്ഞ് റമദാനിനെ മടക്കി വിട്ടു. ഇവിടുന്ന് അവിടുന്ന് തിരിച്ചു പോരാൻ പറഞ്ഞ് വഖഫ് ചെയ്യാൻ ആളെ വിട്ടു. അവൻ തിരിഞ്ഞില്ല. അബൂ ജഹൽ അവിടുന്ന് വീണ്ടും പുറപ്പെടുകയാണ്. പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ആ ഭാഗം ഇവിടെ ഞാൻ വിവരിക്കുകയാണ്. ണ്ട് പിനാകൾ മേലകം സഹായക നാമോക്കില്ലെന്ന് ആണതരം വെപ്പിച്ചമരിൻ്റെ മടങ്ങിയെങ്കിൽ വലിയ ആപമാന സൂരി പൊങ്കി പൊങ്ങുന്നതും അല്ല ബാധർ വഴിക്ക് പോകേണ്ടയോ പോക്ക് ഇനി നമുക്ക് കുറേശ്ശെ തൊട്ടകത്തി വീട്ടാൽ ചാടി കയറുമ്പിൽ ആഹമത് എന്താണ് പറയുന്നത്? ഇവിടെ നമ്മള് ഇപ്പൊ പേടിച്ചു കൊണ്ട് പോയാൽ നമുക്ക് ഏറ്റവും വലിയ അപമാനമാണ് അബൂ ജഹൽ ജനങ്ങളോട് പറയാണ്. നമുക്ക് ഭയങ്കര അപമാനമായിരിക്കും. അതുകൊണ്ട് മടങ്ങൽ അപമാനാണ്. അത് തന്നെയല്ല, നമ്മൾ പതർവണിക്ക് ഇനിയും കച്ചവടത്തിന് പോകണ്ടേ, അവനെ അകത്തി വിടാൻ പറ്റില്ല. പിന്നെ ചാടി കയറും അഹമ്മദ് നമ്മുടെ തലയിൽ നിന്നാണ് അബൂ ജഹൽ കൗമുകളോട് അവന്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഭാഗമാണ് അവിടെ പറയുന്നത്. എങ്കും മോഹമാതായി അമാലിന്നോടി കടന്തവര എങ്കൾ കൂടൻ പതറിൽ ആണയം യതീനം കൊണ്ട് ഇരിക്കവേണോ. നമ്മൾ അവിടെ ചെന്ന് ബദർ ചെന്ന് 3 ശരിക്കണം, എന്നിട്ട് അവിടെ അടിച്ചു പൊളിക്കണം എന്നാണ് ജാഹിൽ മറ്റുള്ള കൗമുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഭവനിക്കുന്നത്. കുട്ടി പേരിൽ വർണ്ണിക്കാണ് ഈ എന്തിനറുകളെ അറുകയും അത് പുതിക്കയും അമൃ കുടിക്കയും ഇടരപദത കടിക്കയും മണിക്കയും ചുളവിളിക്കയും സ്ഥിരമായി അതേപോൽ തകർക്കലാൽ നമ്മൾ ഇരിക്കലോ ദിനമൊരിക്കലോ സിഹറാൻ മുഹമ്മദ് എടുക്കുന്ന സർവ് വലിക്കുക ഒരു വിധത്തിലോ. നമ്മൾ അവിടെ ചെന്നിരുന്ന് ഒട്ടും പാട്ടും എല്ലാം കുടിച്ച് കഴിച്ച് മുഹമ്മദ് എടുക്കുന്ന ഒരു വെള്ളവും സഹറും നമ്മളെ അടുത്ത് പറ്റില്ല എന്ന് ജഹലും ഇവരോട് ഉപദേശിക്കുകയാണ്. ജഹലല്ല തലവൻ. ഉലക്ക് ജഹലോടപ്പണതുണ്ട് ഇതിൽ സൂറയ്ക്കെന്ന പരിസാപന്യണ്ട്
പറവത് പെടുത്തന്റെ ഒരു ചതിയന്റെ എനൈ മനം കൊണ്ടേ. ജഹലിന്റെ ഈ വാക്ക് സുറൈഖിനവൻ പാരീസ് പറയാണ്, ഇതിനെന്തോ ഒരു ചതിയുണ്ട്, ഇവൻ പറയുന്നത് നമുക്ക് കേൾക്കണ്ട, ഈ പറയുന്നത് കേൾക്കണ്ട, ഒരു ചതി എന്താ അവന്റെ മനസ്സിൽ കൊണ്ടുനടക്കാണ്. അതുകൊണ്ട് പാരീസ് പറയാണ്, നബിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, പിറകജനർകളിൽ വീരൂത്തലായി ജഹൽ മുഴുകി നീ മുന്തി നടക്കിലോ, വെറുതെ വെറുകിടം പവിക്കുമ ഇവൻ എടുക്കുമേ വില കൊടുക്കിലോ. ജഹല് മുമ്പിൽ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൻ നമ്മളെ ചതിക്കും എന്ന് പാരീസ് പറയാണ്. പാരീസ് പറഞ്ഞപ്പോ കുറച്ചാളുകൾ അതിന് വഴിപ്പെടുകയാണ്. കുടുക്കും വഴിക്ക് അകമതിയനാൻ ഇവർ ഒതിയനാൻ ഇവൻ ചതിയനാൻ ഉസിലായി നമുക്കുള്ള എങ്കിൽ ഇനി പറഞ്ഞോ നല്ലവതീരീന. അങ്ങനെ പാരീസ് പറഞ്ഞു, നമ്മൾ മടങ്ങുക, ഇവന്റെ വാക്ക് കേട്ട് നിൽക്കണ്ട, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ മൂപ്പര കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കൂട്ടി മടങ്ങാനുള്ള ഒസപ്പത്ത് എന്ന സ്ഥലമാണ്, അവിടെ നിന്ന് വരെ തിരിക്കുകയാണ്. മടങ്ങിയ ഉജോപത്താതലത്തിന്നെ ഇവ മൊഴി ചൊന്നെ അഹനസും അന്നേ മഹാവരു ജീമ്യത്തിരുവേറും നടത്തമായി മക്കത്തണവെന്നേ. ഇവര് 1225 ആളവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിന്ന് 275 അവിടുന്ന് മടങ്ങാണ്. അഹനാസും എന്ന് പറഞ്ഞ ഒരാൾ കൂടി വരെ കൂട്ടുകാരൻ കൂടി വരെ ആണ്. ഇവിടെ വൈദ്യര് പറയുന്നത് ഒരു മാവും ഒരു നടത്തമായി മക്കത്തണവിന്നേ. ഇവർ പുറപ്പെട്ട 1225 നിന്ന് 275 അവിടുന്ന് മടങ്ങാണ്. അപ്പൊ ജാഹലിന് ദേഷ്യം വന്ന് ജാഹല് പറയണം, അവൻ പോയത് പോയിക്കോട്ടെ, നമുക്കൊരു ശല്യമായി കിട്ടിയെന്നാ പറയുന്നത്. അവിടുന്നാണ് ചുടിത്ത് ജഹലുടെ സ്നേഹരെ നമുക്ക് ഒരു ബലാലിപ്പോൾ കഴിந்து പോയി. സുറൈക്കിൻ മകൻ വന്നി സുളദീനാൻ ഒരു വസനം അത് ശിവയായി. ഇടയിൽ അവൻ ഓർത്തോർ ഒരുവർ കൂടുകിൽ ജയം കേട്ട എങ്കും ഭവിക്കലാം. இதுக்கு நாம் மெண்டு குபத்தெல்லாம் ஐமா எடுக்கலாயுடன் നടക്കലായി. അവൻ ഒരുത്തൻ, അവന്റെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. പോയത് ഏറ്റവും നന്നായി. അപ്പോഴും ജയല് കൊടുക്കുന്നില്ല, ജയലുള്ള ആളെ കൂടി ഇത് പോകണം. ജയല് പറയാണ്, അവൻ പോയത് നന്നായിരുന്നു, സുറൈഖിന്റെ മകൻ ഒന്നിച്ചുള്ളതിനാല് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൻ വരുത്തുണ്ടെങ്കിൽ നമുക്ക് ജയം കിട്ടില്ല. അവിടുന്ന് അവര് സാധനം എല്ലാം എടുത്ത് കൈമയൊക്കെ എടുത്ത് പുറപ്പെടും. അവിടുന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു രംഗമാണ് ഇനിയിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. നടന്നാക്കയും എത്തി താരത്തിൽ നെടിലുകൾ ചുമയും കിരീത്തേരിൽ നിലയാക്കിരിന്തേരിൽ
നസൂല് ജുഹറത്തെന്ന സ്ഥലത്ത് എത്തി. അവിടെ കൈമ കെട്ടു, ഒട്ടകക്കര കെട്ടി, കിഴിയൊക്കെ ഇറക്കി വെച്ച് അവിടെ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ അർത്ഥം കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തടിയാൽ നിഴലില്ലാതോട് തന്റെ ജദ് അബ്ദുൽ മനാബാവറിന്റെ തുടർ മക്കളായുള്ള ജുഹൈമും അഞ്ചലിൽ കനിന്തേകാമന. അബ്ദുൽ മനാബിന്റെ ചെറുമക്കളിൽപ്പെട്ട ഒരാൾ ജുഹൈമ് അഞ്ചലിൽ ഒരു സ്വപ്നം കാണുകയാണ്. അവിടെ രാത്രി ഉറങ്ങുമ്പോൾ സമയം കണ്ട് ആജവാൽക്കാനോണ്ടേ കങ്കൈ പോലെ പാറന്തിങ്ക് വന്താൽ നമ്മളെ സബുകൾ ഒക്കെ തരഞ്ചുറ്റി വിളിത്തൂരൊക്കെ. ഒരു സ്വപ്നം അബ്ദുൽ മനാബിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ആള് സ്വപ്നം കാണാണ്. ഇവരെല്ലാം കുടിച്ച് അജബായ ഒരു സ്വപ്നാണ് കണ്ടത്. അത് ഇവരോട് മറ്റുള്ളവരോട് വിവരിക്കാം. സെപ്പുകളൊക്കെ അവൻ വന്നു, ഒരാൾ കണ്ട് വന്നു, നമ്മുടെ സെപ്പുകളൊക്കെ ചുറ്റി. അതുകൊണ്ട് നിങ്ങളെ കാര്യം കേൾക്കണമെന്ന് സെപ്പുകളിലൊക്കെ ചുറ്റി തരം ചുറ്റി വിളിത്തൂരൊക്കെ ഉരമുറ്റ സുജായികൾ ഓരോ പേര് തിരിത്താവൻ കൂടെ ഞരമോപൻ അവൾ ഹക്കമ്മത്ത് നവറും ഉമയത്ത് ഉദബത്ത് തരമ്മി പണി കൽപ്പെടുവോരെ സകലം കുലാപത്തിതും ചേരേ പരമറ്റുള്ളവർ സകലത്തിൽ പെറ്റുമ്പൻ മുറിന്തു ചിരത്തിൽ. എന്താ മോപ്പൻ പറയുന്ന സ്വപ്നം കണ്ടെന്നതോ? മൂപ്പൻ അബൂജഹലും നളറും ഉമയ്യത്ത് ഉത്ബത്ത് ഇതുപോലെ വലിയ വലിയ മഹാമാരൊക്കെ ഇവിടുന്ന് കാറ്റ് കൊലപ്പെട്ടുകൊണ്ടെന്നാണ് പറഞ്ഞ് സ്വപ്നം കണ്ടത്. മറ്റുള്ളവർക്ക് സകലത്തിൽ മുഴുവൻ എല്ലാവർക്കും ഭയങ്കര മുറിവേട്ടും. എന്നിട്ട് ആ സ്വപ്നത്തിൽ ഇറങ്ങി വന്നാളവരാണ് ഉച്ചിരത്തിൽ ഉരയിഞ്ഞൂറ്റി ഒട്ടങ്കണ്ടിന്റെ കളത്തിനിൽ വെട്ടി സിന്ധമേ കുശി ബിന്ദം ചാട്ടി എല്ലാ സഫിലും ചുറ്റി അതോടി. എല്ലാ സഫിലും ചുറ്റിയിട്ട് മൂപ്പര് തിരിച്ചുപോയി. എല്ലാവരുടെയും സഫിലൊക്കെ ചുറ്റി ഇന്നാളൊക്കെ കാറ്റുമെന്ന് പറഞ്ഞ് മൂപ്പരോടെ വിവരിച്ചിട്ട് മൂപ്പരങ്ങനെ മടങ്ങിപ്പോവുകയാണ്. അതാണ് മൂപ്പരുടെ സ്വപ്നം കണ്ടത്. അതാണ് അബ്ദുൽ മനാബിന്റെ ചെറുമക്കളിൽപ്പെട്ട ആളാണ് സ്വപ്നം കണ്ടത്. വശമേ മലാത്തുള്ളികളെല്ലാം വരെ മേലും തെറി തൊഴിവില്ല. വസന്തപ്പോൾ കനാവുണർത്തിയിട്ടേ പറഞ്ഞ് കനാവ് എല്ലാരും കേട്ടേ.
ബാക്കി അയച്ചിട്ടില്ല എന്നാൽ ഇവരെല്ലാവരും ഇത് കേട്ടു. അപ്പൊ തന്നെ അബൂജഹലുല്ലോ കെട്ടുടൻ കരം പൊട്ടി ചിരിത്ത് കിളുവിനെ ശൈത്താൻ കളിപ്പിത്ത്. അബൂജഹൽ പറയാണ്, രണ്ട് കയ്യാണ് പൊട്ടിയിട്ട് പറഞ്ഞു, അന്നെ ശൈത്താൻ കളിപ്പിച്ചതാണ് അബൂജഹൽ പറയുന്നത്. ഇവർ മൂപ്പര് അബ്ദുൽ മനാഫിന്റെ ചെറുമകനാണെന്നും മൂപ്പര് പറഞ്ഞില്ല, എന്നെ ശൈത്താൻ കളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുതെന്ന് അബൂജഹല് മറ്റുള്ളവരോട്. അബ്ദുൽ മനാഫിന്റെ മക്കൾ തന്റെ കാണുന്നത് എന്ത് കിനാക്കൾ കടിച്ചൊല്ലും ിതമെങ്കിൽ കണ്ടിടന്റെ ഹോജ ഉണ്ട് ചൊങ്കിൽ കിളാപ്പോലീസ ബുദ്ധിയും രാജ എവലം പെട്ടോ ഞാനല്ല ഹോജ. അബ്ദുൽ മനാഫിന്റെ ചെറുമക്കളും മക്കളുടെ മക്കളൊക്കെ കാണുന്ന എന്ത് സ്വപ്നമാണ്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനല്ലേ കാണേണ്ട സ്വപ്നം, ഈ അനിതമെങ്കിൽ കണ്ടിടവോ ഹോജ ഉണ്ട് ചൊങ്കിൽ. ഏറ്റവും ഭയങ്കര ബുദ്ധിയും രാജകുടുംബത്തിലായി ജനിച്ചവൻ ഞാനും കാണാത്ത സ്വപ്നം എങ്ങനെ ഇപ്പം ഇവര് കാണുന്നതെന്നാണ് അബൂജഹലിന്റെ ചോദ്യം. അതാണ് ഇവിടെ പറയുന്നത്. അബൂജഹൽ പറയാണ്, ബുദ്ധിയും രാജ കേവലം പറ്റോ ഞാൻ അല്ല ഹോജ. അബൂജഹൽ പറയാണ്, രാജാവിന്റെ ബുദ്ധിയ എനിക്ക്, വെറുതെ പ്രസവിച്ചവരല്ല എന്നെ. അളവന്ന മൊഴി ശുദ്ധ കളവാൻ ആതിക ആതിക പറയുന്ന പോലത്തെ ശുദ്ധ കളവാണ് പറയുന്നത്, ഒപ്പിച്ചിട്ടുള്ള കിനാവാണ് എന്നാണ് പറയുന്നത്. നബിയ മുഹമ്മദ് കബീറ. അബൂജഹൽ അങ്ങനെ കളിയാക്കിയാണ്. ദുഹൈമ് ചെറുതല്ലേ, നബി മുഹമ്മദാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കബീറ. ഇവനിക്ക് ദേഷ്യം വന്നിട്ട് എന്തൊക്കെ പറയേണ്ടെന്ന് അറിയാതെ ഇരുന്നിട്ട് ചുളിഞ്ഞവന്റെ അലത്തന്നെ മോളിലൊന്ന് കറുത്തുകൊണ്ടാണ്. ചുളിയന്നിവ ചൊല്ലി അടങ്ങി ജുഹൈമോടവന്നിക്കൈ വിടങ്ങി. ജുഹൈമെ നടുവൻ പിണങ്ങി. പിറകെ ആ തടം വിട്ട് നടന്ന പെസന്താനം ബദൽ ജന്നിരി ചേർന്ന ആ സ്ഥലമെത്ത് അന്ധവിശ്വാസക്കാര് അവിടുന്ന് ബദലിൽ ചേരാണ്. പറയുവാവേ അപനകൾ അത് എന്നേ പർവ്വതത്തിൻ്റെ ചുരം തന്നെ. അഖ്നഖൽ എന്നൊരു പർവ്വതമുണ്ട് ബദറിന്റെ മേലെ. ആ പർവ്വതത്തിന്റെ അടിയിൽ ഇവര് എത്തി. അറബീൻ ബദർ മക്ക മദീന അതിരണ്ടിലുടക്ക് മകനാ. ഈ മല എന്ന് പറയുന്നത് മദീനത്തെയും മക്കത്തിന്റെയും മകനാണ്. അതിന്റെ ഇടയിലാണ് ഈ മദീന എന്നാണ് ഇവിടെ വൈദ്യര് മൈമുട്ടി വരി പറയുന്നത്. കറിയാമതാവിന്നിലൈഹ കഥമുണ്ടിരീപത്തോട്ട് ബദറണ്ട വീടേക്ക് ഇസുമും മേഘ പട്ടാവിയുടെ അതിഘാതനം ചെയ്തവന്റെ ആനന്ദം ഉലമാക്കൽവിന്റെ പതിസാമൊന്നും തൈവാവിനും ഉള്ള പദം കൂടിയതാമക്കം കൊള്ള കതിജാഹിലും കൗമുകളൊത്ത് ഹൈമെ തന്റെ തനത്തിൽ വാർത്ത
സാമിനും തൈബാവിനും, അതായത് സാമെന്ന് മദീനത്തേക്കുള്ള വഴിയുണ്ട്, ഇവിടുന്ന് മക്കത്തേക്ക് എന്നാണ് പഴയ ആൾക്കാർ നടന്ന് കണക്കുകൂട്ടിയ കണക്കൂടെ പറയാണ്. അത് എന്തുലമാക്കൾ പിന്നെ അതങ്കാൻ ചെയ്തവൻ തന്റെ അത് എണ്ടും മൂലമാക്കളവിന്റെ പതിസാമിന്നും തൈവാവിനുള്ള പദം കൂടിയതാമാക്കാങ്കൊള്ളേ. സാമിനും മദീനക്കും ഉള്ള ദൂരം ഇവിടെ നിന്ന് മക്കത്തേക്ക് ഉണ്ട്. പണ്ട് ഉലമാക്കള് കുടിച്ചു വെച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത്.